അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ആദരണീയനായ അധ്യക്ഷൻ, ആദരണീയരായ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കളെ, പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, ഫലസ്തീൻ്റെ മണ്ണിലേക്ക് ലോകത്തെ 44 രാജ്യങ്ങളിൽ നിന്നായി വന്ന ഫ്രീഡം ഫ്ലോട്ടില്ലയുടെ പേര് സുമൂദ് ഫ്ലോട്ടില്ല എന്നാണ്. അതേ ഫ്ലോട്ടില്ലകളുടെ പേരിൽ മലപ്പുറം അങ്ങാടിയിൽ ഒരുമിച്ച് കൂടിയ ഈ മഹാജനാവലിയെ കാണുമ്പോൾ ശരിക്കും അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം പേറി കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായി എന്നാണ് എനിക്കിവിടെ എത്തിയ ഉടനെ തോന്നിയത്. നിങ്ങൾ അതേ ആവേശത്തോടെ, അതേ വീര്യത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയാതിരിക്കുക വയ്യ. നമ്മളെല്ലാവരും കൂടി ഫ്ലോട്ടിലേരിയിരിക്കുന്ന ആളുകൾ ഉച്ചരിച്ച അതേ സ്ലോഗൻ നമ്മൾക്കൊന്ന് ഉച്ചരിച്ചാലോ? ഫ്രീ ഫ്രീ ഫലസ്തീൻ, ഫ്രീ 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 ഫലസ്തീൻ, ഫ്രീ ഫ്രീ ഫലസ്തീൻ, ഫ്രീ 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 ഫലസ്തീൻ. No justice for the land, no peace understand. No justice for the land, no peace understand. From the river to the sea, Palestine will be free. പ്രിയ സഹോദരന്മാരെ, ശരിക്കും ഈ ഒരു സന്ദർഭം ചരിത്ര സന്ദർഭമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആവർത്തിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അധ്യായങ്ങൾ, ചരിത്രാധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു ചരിത്രം, ഒരു മൊമെൻറ്റസ് ഒക്കേഷനിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ജനസഞ്ചയം ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു യുദ്ധത്തിലും ആ യുദ്ധത്തിൽ വിജയിക്കുന്ന രാജ്യം അത് മറ്റൊരു രാജ്യത്തിൻ്റെ മുകളിൽ ഒരുപാട് തകർച്ചകൾ, ഒരുപാട് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടല്ല യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. മറിച്ച് വിജയത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ബാറ്റിലാണ്. ദർ ഈസ് എ സ്ട്രാറ്റജിക് ബാറ്റിൽ ബിഹൈൻഡ് എവറി വാർ. ആ യുദ്ധത്തിൽ വിജയിക്കുന്നവരാരാണോ അവരാണ് യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിൻ്റെ വിജയി. ഫലസ്തീൻ എന്ന് പറയുന്ന കോസ്, ഒക്കുപ്പൈങ് ഫോഴ്സിനെ പുറന്തള്ളിക്കൊണ്ട് അവിടെയുള്ള ജനത അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 70 വർഷമായിട്ട് നടക്കുന്ന കണ്ടിന്യൂസ് പെർസിസ്റ്റന്റ് റിവോൾട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ഇതിൻ്റെ അറബി പേരാണ് സുമൂദ് എന്ന് പറയുന്നത്. ഈ ഇസ്തിഖാമത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി പോരാടുന്ന ഒരു വിഭാഗം. ആ ദൃഢനിശ്ചയത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ 2 വർഷത്തിൽ നിങ്ങൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ ഒരു നെറേറ്റീവ് വാർ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ബാറ്റിൽ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നെറേറ്റീവാണ്. ആരാണ് നെറേറ്റീവ് സെറ്റ് ചെയ്യുന്നത്? ആർക്ക് അനുകൂലമായിട്ടാണ് ഈ യുദ്ധത്തിന് ശേഷം ആളുകൾ ചിന്തിക്കുന്നത്? ഫലസ്തീന് അനുകൂലമായി ഇത്രയേറെ ഒരു പ്രവാഹം, ഇത്രയും വലിയ ഒരു വെയിവ് ലോകത്ത് ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ കാണാൻ സാധിക്കും. ഒക്ടോബർ 7 അത് സാധ്യമാക്കിയത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന, സ്വന്തം ഭൂമിയിലല്ല മറിച്ച് മറ്റു രാജ്യങ്ങളിൽ പാറിപ്പറക്കുന്ന കൊടി ഏതെന്ന് ചോദിച്ചാൽ അത് ഫലസ്തീനിന്റെ കൊടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെടുന്ന കൊടി ഫലസ്തീനിന്റെ കൊടിയാണ്. കേവലം ഫലസ്തീനല്ല, മറിച്ച് ലോകത്തെ വ്യത്യസ്തങ്ങളായ പാർലമെന്റുകളിൽ, നിരത്തുകളിൽ, അതുപോലെ എവിടെയൊക്കെ സമൂഹങ്ങൾ കൂടുന്നുണ്ടോ അവിടെയൊക്കെ ഉയർത്തപ്പെടുന്ന ഒരു കൊടിയായിട്ട് ഫലസ്തീൻ്റെ കൊടി മാറി. ഫ്രീ ഫ്രീ ഫലസ്തീൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഇസ്ലാമോഫോബിയയുടെ ഈറ്റില്ലമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഫലസ്തീൻ എന്ന് പറയുന്നത്, ഫലസ്തീനു വേണ്ടിയിട്ടുള്ള മുറവിളി എന്ന് പറയുന്നത്, അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി എന്ന് പറയുന്നത്, വീവ ഫലസ്തീന എന്ന് പറയുന്ന മുദ്രാവാക്യം, അത് ലോകത്തെ ഒരു പ്രവാഹമായിട്ട് മാറിയിരിക്കും. നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ ഫലസ്തീൻ പോരാട്ടത്തിൽ അവർ നേടിയെടുത്ത ഏറ്റവും വലിയ വിജയമാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? വെറും സാധാരണക്കാരല്ല, മറിച്ച് ഹോളിവുഡ് താരങ്ങൾ,
നേരത്തെ ഇസ്രായേലിന്റെ പിന്തുണ ഇല്ല എങ്കിൽ അവരുടെ ശ്രമഫലങ്ങൾ, അവരുടെ പടങ്ങൾ വിജയിക്കുകയില്ല എന്ന് പോലും ഭീഷണിയുള്ള നടന്മാർ അവര് പരസ്യമായിട്ട് ഫലസ്തീനു വേണ്ടിയിട്ട് അവർ മുറവിളി കൂട്ടുകയാണ്. അവർ അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക്, കഴിഞ്ഞ ആഴ്ച വന്ന കണക്ക് പ്രകാരം അമേരിക്കക്കകത്ത് ഡെമോക്രാറ്റ്സിൻ്റെ അകത്ത് കേവലം 8% മാത്രമാണ് ഇസ്രായേലിന് അനുകൂലമായിട്ട് ഈ യുദ്ധകാലാവസ്ഥയിൽ, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ പരിതസ്ഥിതിയിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. കേവലം 8%. അതുപോലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സയനിസ്റ്റുകളുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കേവലം 40% മാത്രമാണ് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ആളുകൾ ഉള്ളത് എന്നാണ് ഏറ്റവും പുതിയ സർവേ നമ്മുടെ പഠിപ്പിക്കുന്നത്. കേവലം 40% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് യൂറോപ്പിൽ മാത്രമല്ല അമേരിക്കയിലും ഏറ്റവും ഒടുവിൽ നടന്ന കഴിഞ്ഞ 4 ദിവസം മുമ്പ് ട്രംപിനോടൊപ്പം ചേർന്ന് നെതന്യാഹു നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം 10 മിനിറ്റ് നേരം ദൈർഘ്യമുള്ള ആ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് അദ്ദേഹം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അമേരിക്കൻ പബ്ലിക്കിനെയാണ്. നമ്മൾക്ക് പിന്തുണ വേണം എന്ന് ആവർത്തിച്ച് അവർ ആവശ്യപ്പെടുക. യഥാർത്ഥത്തിൽ ഇതാണ് ഇന്നത്തെ ലോക ഭൂപടം എന്ന് പറയുന്നത്, ലോകത്തെ പൊതുബോധത്തിന്റെ ഭൂപടം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലുത് ജെൻസിയാണ്, പൊളിറ്റിക്കൽ അപ്പർ ക്ലാസ്. ഒരു ഏകദേശം പിക്ചറാണ് നമ്മളിപ്പോൾ കണ്ടതെങ്കിൽ ജെൻസി ഏതാണ്ട് 99% ലോകത്ത്, യൂറോപ്പിലും അമേരിക്കയിലും ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ അമേരിക്കക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ്, ഏറ്റവും നല്ല തെളിവാണ് ന്യൂയോർക്ക് മേയർ ഇലക്ഷൻ എന്ന് പറയുന്നത്. മഹ്മൂദ് മംദാനിയുടെ മകൻ സൊഹറാൻ മംദാനി, അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നടന്ന പ്രൈമറി ഇലക്ഷൻ, അവിടെ ഡെമോക്രാറ്റ്സിന്റെ അകത്ത് തന്നെയുള്ള 5ഓളം വ്യത്യസ്ത സ്ട്രീമുകളിൽ, വ്യത്യസ്ത പൊളിറ്റിക്കൽ ധാരകളിൽ സോഷ്യലിസ്റ്റ് ധാരയെ പ്രതിദാനം ചെയ്യുന്ന ആളാണ് സൊഹറാൻ മംദാനി. അദ്ദേഹം വീട്ടിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ TV തുറന്ന് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ടുള്ള മാർട്ടിൻ കോമുവിന്റെ ഇന്റർവ്യൂ കാണുകയാണ്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം 99% അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള വാചകങ്ങളായിരുന്നു. അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ടായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി അളക്കുന്ന സർവേ കമ്പനി അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കുത്തനെ ഇടിഞ്ഞു എന്ന് രേഖപ്പെടുത്തി. അതിന് ശേഷം 2-ാം ദിവസം അദ്ദേഹം പറഞ്ഞു ഐ ലവ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തി. വീണ്ടും അദ്ദേഹത്തിന്റെ ജനസമ്മതി, അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കുത്തനെ താഴോട്ടേക്ക് പോയി. എന്നിട്ട് അതിനുശേഷം മംദാനി ഒരു പ്രസ്താവന നടത്തി നോക്കി, ചെറിയൊരു ജാള്യതയോടുകൂടി. ഇസ്രായേലിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട്, എന്നാൽ അവർക്ക് മറ്റുള്ളവരെ പോലെ നിലനിൽക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, ഈക്വൽ റൈറ്റ്സ് മാത്രമേ അവർക്കുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കുത്തനെ കൂടി. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒരു പ്രസ്താവന നടത്തി, ന്യൂയോർക്കിലെങ്ങാനും നെതന്യാഹു കാലുകുത്തിയാൽ ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും മേയറായാൽ എന്ന് പറയുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വാനോളം ഉയർന്നു. ഇത് എവിടെയാണ്? നമുക്കറിയാം, ന്യൂയോർക്ക് എന്ന് പറയുന്ന ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ പിടിയിൽ അമർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ന്യൂയോർക്ക്. ലോകത്തിന്റെ കേന്ദ്രം എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന ആ സ്ഥലം. അവിടെ മേയർ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് ഇസ്രായേലിനെതിരായിട്ടുള്ള ആൾക്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കേവലം 20 പോയിന്റ് മാത്രമുള്ള ആള് ഇപ്പൊ ഏകദേശം 96 പോയിന്റോടുകൂടി ഏതാണ്ട് മാർട്ടിൻ കോമുവെ പൂർണ്ണമായിട്ടും മലർത്തിയടിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് പൊതുബോധം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ പൊതുബോധം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ പ്രത്യേകിച്ച് ജെൻസിയെ സ്വാധീനിച്ചത് ടിക്ടോക്ക് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക ചെയ്ത തൊട്ടടുത്ത പടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കറിയാവുന്ന കാര്യം, NDTV ചെയ്തതുപോലെ, നമ്മുടെ നാട്ടിൽ NDTVയോട് ഇന്ത്യൻ ഗവൺമെന്റും ഇവിടെയുള്ള സംഘ് പരിവാറും ചെയ്തതുപോലെ അവര് ഉടനെ ടിക്ടോക്കിന്റെ ഓണറോട് പറഞ്ഞു, അമേരിക്കയിൽ ടിക്ടോക്ക് നമ്മൾ ബാൻ ചെയ്യാൻ പോവാണ്. ട്രംപാണ് നേരിട്ട് ഇടപെടുന്നത്. നിങ്ങൾ അത് ബാൻ ചെയ്യണ്ട എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അമേരിക്കയിലുള്ള ഈ സ്ഥാപനം നിങ്ങൾ വിൽക്കണം, നമ്മൾ അത് പൂർണ്ണമായിട്ടും ഓൺ ചെയ്യും. അതിൻ്റെ അൽഗോരിതം
പിന്നെ അൽഗോരിതത്തെ പഠിപ്പിക്കുവാനുള്ള, അതിനെ ടീച്ച് ചെയ്യാനുള്ള, അതിൻ്റെ മെഷീൻ ലേണിങ്ങിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തരണം, നമ്മളത് ചെയ്യാം എന്ന് പറയുകയും എന്നിട്ട് അത് പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലാക്കുകയും ചെയ്തു. ടിക്ടോക്കിനെ അവർ കയ്യിലാക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞത് റീറൈറ്റിംഗ് അൽഗോരിതം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേട്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്കറിയാം, ഈ യുദ്ധം തുടങ്ങുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പ് ഇസ്രായേൽ ഗവൺമെൻറ് ഒരു പ്രൈവറ്റ് കമ്പനി, ഫാക്ട് ചെക്ക് AI എന്ന് പറയുന്ന കമ്പനി അവർ രൂപപ്പെടുത്തുകയുണ്ടായി. ഇസ്രായേൽ ഗവൺമെൻറ്റിന് വേണ്ടി ഒരു പ്രൈവറ്റ് കമ്പനി. അത് ആൻറ്റി സയനിസ്റ്റ് നെറേറ്റീവിനെ ഗണ്ണിക്കുവാൻ വേണ്ടി, സയനിസ്റ്റ് നെറേറ്റീവിനെ പൂർണ്ണമായിട്ടും ബൊമ്പാഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു AI ആയിരുന്നു. പക്ഷേ ഏതാണ്ട് ഒരു 16 ദിവസം കഴിഞ്ഞപ്പോൾ ആ AI ഇസ്രായേലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് കൊടുത്ത മറുപടി, ഇസ്രായേൽ ഈസ് എൻ അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ദാറ്റ് കമ്മിറ്റ്സ് ജനസൈഡ് എന്നാണ്. ഇസ്രായേൽ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു AI ബോട്ട് ഈ പറയുന്ന ലോകത്ത് നടക്കുന്ന മുഴുവൻ ചർച്ചകളെ, പ്രത്യേകിച്ച് ട്വിറ്റർ, പഴയ ട്വിറ്റർ, അതിനകത്ത് നടക്കുന്ന പോസ്റ്റുകളും ചർച്ചകളും കണ്ടതിന് ശേഷം അതിലൂടെ സ്വാഭാവികമായ ലേണിങ്ങിൽ അത് മനസ്സിലാക്കുകയാണ് ഇസ്രായേൽ ഒരു ജനസൈഡ് സ്റ്റേറ്റ് ആണ് എന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ എന്ത് വില കൊടുത്തിട്ടും, ഇത്രയും വലിയ കോടാനു കോടി ചെലവാക്കിയിട്ടും അമേരിക്കക്ക് തിരുത്തിയെഴുതാൻ കഴിയുന്നില്ല, ഇസ്രായേലിന് തിരുത്തിയെഴുതാൻ കഴിയുന്നില്ല, നിങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് ഒരു പുതിയ ഗ്ലോബൽ പൊളിറ്റിക്കൽ അവേക്കനിങ്ങിന് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പുതിയ ഗ്ലോബൽ അവേക്കനിങ് ആണ്. ലോകത്തുടനീളം, യൂറോപ്പിലെന്ന് മാത്രമല്ല, അമേരിക്കയിലെന്നല്ല, ലോകത്തുടനീളം ഒരു ആൻറ്റി സയനിസ്റ്റ് ഒരു വേവ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിലൊരുപാട് പാഠമുണ്ട്. എന്താണ് അവർ ചെയ്തത്? ലോകത്തിന് മുന്നിൽ ഈ നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫലസ്തീൻകാർ എന്താണ് ചെയ്തത്? അവിടെ നടക്കുന്ന കാര്യം ലോകത്തിന് അറിയിക്കുവാൻ വേണ്ടി അവിടെയുള്ള മുഴുവൻ ആളുകളും ചേർന്നിട്ട് പണിയെടുത്തു എന്നുള്ളതാണ്. അവിടെ നടക്കുന്ന ഓരോ ബംബാർഡ്മെൻറ്റും, അവിടെ നടക്കുന്ന ഓരോ അതിക്രമങ്ങളും, അത് നടക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടെയുള്ള ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്കറിയാം. അവരത് റെക്കോർഡ് ചെയ്യും, എന്നിട്ടത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യും. അത് അയക്കേണ്ട സ്ഥലങ്ങളിലേക്ക് അവരയക്കും. അവർക്കറിയാം എങ്ങനെയാണ് ദ വൈ, വാട്ട് ആൻഡ് ഹൗ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഈ പ്രോപ്പഗൻഡ വാറിൽ യഥാർത്ഥത്തിൽ ഫലസ്തീനെ വിജയിപ്പിച്ച് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ഇന്ത്യയാണ് ഈ സമയത്ത്, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജനത ആണ് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലോകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു ജനത. എന്തുകൊണ്ട് ഇങ്ങനെയായി? ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള, കേരളത്തിൽ തന്നെയുള്ള സംഘമനോഭാവമുള്ള ആളുകൾ എങ്ങനെയാണ് അവർ ഇപ്പോഴും ഇത്രയും വലിയ നരനായാട്ട് നടത്തിയിട്ട്, നമുക്കറിയാം ടക്കർ കാൾസൺ എന്ന് പറയുന്ന റൈറ്റ് വിങ് അല്ലെങ്കിൽ റൈറ്റ് ലീനിങ് ജേർണലിസ്റ്റ്, അവർ പോലും, അതുപോലെ തന്നെ കാൻഡസ് ഓവൻ എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്റ് വിങ് ജേർണലിസ്റ്റ്, അവർ പോലും മാറി ചിന്തിച്ചു. അവർ പോലും ഇന്ന് ആൻറ്റി ഇസ്രായേൽ ആളുകളായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ദേ ആർ എഗെയിൻസ്റ്റ് ദ സയനിസ്റ്റ് ലോബി. അവർ തീർത്തും വലതുപക്ഷത്ത് സ്ഥാനമുറപ്പിച്ച ആളുകളായിരുന്നു. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ പോലും ഇന്ത്യയിലുള്ള സംഘപരിവാർ, നിങ്ങൾ കാണേണ്ടത് സയനിസ്റ്റുകളെക്കാൾ വലിയ സയനിസ്റ്റായിട്ട് ഹമാസിന്റെ ഒഫീഷ്യൽ, ന്യൂയോർക്കിലുള്ള, അമേരിക്കയിലുള്ള ഹമാസിന്റെ ഒഫീഷ്യൽ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു ജീവാണ്, ഒരു യഹൂദനാണ്. സ്റ്റാൻലി കോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, സ്റ്റാൻലി കോഹൻ. അദ്ദേഹം ഒരു യഹൂദനാണ്, ഹമാസിന്റെ ഒഫീഷ്യൽ, അമേരിക്കയിലുള്ള ഒഫീഷ്യൽ അഡ്വക്കേറ്റ്. എന്ന് പറഞ്ഞാൽ ജൂതന്മാരിൽ പോലുമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഹമാസിന്റെ സപ്പോർട്ടേഴ്സും. ഹമാസ് എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരവാദ സംഘടനയാണെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒക്കുപ്പൈങ് ഫോഴ്സ്, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഒക്കുപ്പൈങ് ഫോഴ്സ് ആണ്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ച നടന്ന രാജ്യമാണിത്. അതിനെതിരെ നമ്മൾ പോരാടുകയുണ്ടായി, സായുധ പോരാട്ടമുണ്ടായി. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ, സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ. ഇവരെല്ലാവരെയും ഭീകരവാദികളെന്നാണ് ബ്രിട്ടീഷ് ഇംപീരിയൽ ഫോഴ്സസ് അതിനെ ചിത്രീകരിച്ചത്. എന്നിട്ട് ആദ്യമായിട്ട് ടെററിസം എന്ന് പറയുന്ന വേർഡ്, ഭീകരവാദം എന്ന് പറയുന്ന വേർഡ് ലോകത്ത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് ഇന്ത്യയിലാണ്. അറിയാം, ഇന്ത്യയിലാണ് യഥാർത്ഥത്തിൽ ഭീകരവാദം അല്ലെങ്കിൽ ഭീകരവാദ വിരുദ്ധ നിയമം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവരുന്നത്. ആർക്കെതിരെ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കെതിരെ.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് പറയുന്നത് ഫലസ്തീനിലെ ഹമാസിനെ പോലെ, ഫലസ്തീനിലെ സാധാരണ ജനങ്ങൾ ചെയ്യുന്ന റെസിസ്റ്റൻസ് മൂവ്മെന്റിനെ പോലെ തീർത്തും അതുപോലെയാണ് രണ്ടുപേർക്കും ഈവൻ സായുധമായിട്ട് പോരാടുവാനുള്ള പൂർണ്ണമായ അവകാശം യുണൈറ്റഡ് നേഷൻസും ലോകത്തെ എല്ലാ നിയമങ്ങളും അവർക്ക് വകവെച്ച് നൽകുന്നു നിങ്ങൾ കാണാൻ സാധിക്കും. ഇവർക്ക് സായുധമായ പോരാട്ടം നടത്താനുള്ള അവകാശമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അവർ ഭീകരവാദികളല്ല. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഭാഗം കോട്ട് ചെയ്യാം. യുണൈറ്റഡ് നേഷൻസ് UN-ലെ 37/43 റെസൊല്യൂഷൻ, ഇതിന്റെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കുകയാണ്. കൺസിഡറിംഗ് ദാറ്റ് ദ ഡിനയൽ of the inalienable rights of the Palestinian people to self-determination, sovereignty, independence and return to Palestine, and the repeated acts of aggression by Israel against the peoples of the region constitute a serious threat to international peace and security. ഇസ്രായേലി അഗ്രഷൻ, ഇസ്രായേലിന്റെ കടന്നുകയറ്റം ആ മൊത്തം പ്രദേശത്തെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം reaffirms the legitimacy of the struggle of peoples for independence, territorial integrity, national unity and liberation from colonial and foreign domination and foreign occupation by all available means including armed struggle. സായുധമായ പോരാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാനുള്ള എല്ലാ അവകാശവും ഫലസ്തീനികൾക്കുണ്ട് എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ 37/43 റെസൊല്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ റെസൊല്യൂഷൻ വരുന്നത് 1983-ലാണ്. ഇതിന് ശേഷമാണ് ഹമാസ് രൂപപ്പെടുന്നത്. അവരൊരിക്കലും തന്നെ ഇന്റർനാഷണൽ ലോ പ്രകാരം, ഇന്റർനാഷണൽ ലീഗൽ ഫ്രെയിംവർക്ക്സ് പ്രകാരം തന്നെ യഥാർത്ഥത്തിൽ അവര് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള നിയമപരമായ പോരാട്ടത്തിലാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമുണ്ടാവേണ്ടതില്ല. ഇവിടെ ബ്രിട്ടീഷുകാര് വരുന്നത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവരിവിടെ താമസിക്കണം, ഇവിടെ സെറ്റിൽ ചെയ്യണം എന്നവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ബ്രിട്ടീഷുകാരെക്കാൾ ഭീകരമായ കൊളോണിയൽ രീതിയാണ്, ഒരു സ്ട്രക്ചറാണ് യഥാർത്ഥത്തിൽ സെറ്റിലർ കൊളോണിയലിസം എന്ന് പറയുന്നത്. സെറ്റിലർ കൊളോണിയലിസം അമേരിക്ക ആണ് അതിൽ ഒന്നാമത്തെ ഉദാഹരണം. നിങ്ങൾക്കറിയാം, റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന അവിടെയുള്ള ആളുകൾ, അവിടെ യഥാർത്ഥത്തിൽ അവിടെയുള്ള ആദിമ മനുഷ്യന്മാർ, അവരെ പൂർണ്ണമായിട്ടും കൊന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഏതാണ്ട് 7 കോടിയോളം റെഡ് ഇന്ത്യൻസിനെ ഇല്ലാതാക്കിയിട്ടാണ് ഈ വെസ്റ്റേൺ യൂറോപ്പ്, ഇന്ന് കാണുന്ന വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് കടന്നു വന്ന ആളുകൾ അത് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കോ വെസ്പുസി, അതുപോലെ തന്നെ കൊളംബസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്നിക് ക്ലെൻസിങ് നടത്തിയിട്ടാണ് അവർ സെറ്റിലർ കൊളോണിയൽ രാജ്യമായിട്ട് അമേരിക്കയെ സെറ്റപ്പ് ചെയ്തത്. അത് ഉണ്ടായത് തന്നെ എങ്ങനെയാണ് എന്ന് മാത്രമല്ല, അർജന്റീന, ന്യൂസിലാൻഡ്, നിങ്ങൾ കാണാം ന്യൂസിലാൻഡിലെ ഹാക്ക ഡാൻസുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നൊരു ഹാക്ക ഡാൻസ്. ഈ ഹാക്ക ഡാൻസ് എങ്ങനെയാണ് ന്യൂസിലാൻഡിൽ വന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും. ശരിക്കും ന്യൂസിലാൻഡ് അവിടെയുള്ള കാട്ടാളൻ, അവിടെയുള്ള ശരിക്കും ഉള്ള ആദിമ മനുഷ്യന്മാർ, അവരെ ഇല്ലാതാക്കിയിട്ട് വെള്ളക്കാരായ ആളുകൾ വന്നിട്ട് സെറ്റിൽ ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ന്യൂസിലാൻഡ് വെള്ളക്കാരുടെ രാജ്യമായിട്ട് മാറിയതാണ്. അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അവിടെയുള്ള ആദിമ മനുഷ്യന്മാരാണ്. സൗത്ത് ആഫ്രിക്ക അതിന് മറ്റൊരു ഉദാഹരണമാണ്. ഇതൊക്കെ സെറ്റിലർ കൊളോണിയൽ പ്രൊജക്ടുകളാണ്. അവിടെ ഉള്ള ആളുകളെ ഇല്ലായ്മ ചെയ്ത് എന്നേക്കുമായി അവിടെ താമസം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന യൂറോപ്യന്മാരായ ആളുകൾ, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൽ പോളണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഞാൻ ഫലസ്തീനിൽ ഏതാണ്ട് 8 പ്രാവശ്യം പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് പോയപ്പോൾ ജെറൂസലമിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ജനങ്ങൾ പറഞ്ഞു, അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ, നമ്മൾ പോകുന്നത്, നമ്മളവിടെ ഉണ്ടായിരുന്നത് സെപ്റ്റംബർ 28-ാം തീയതിയായിരുന്നു, ഒക്ടോബർ 7-ന്റെ ഏകദേശം ഒരാഴ്ച മുമ്പ്. ആ സമയത്ത് അവർ പറഞ്ഞത്, അടുത്ത തവണ നിങ്ങൾ വരുമ്പോഴത്തേക്ക് പഴയ ഫലസ്തീൻ ആവരുതേ, ഒരു പുതിയ ഫലസ്തീൻ ആവണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ തിരിച്ചു പോകണമെന്ന് അവർ പറയുകയുണ്ടായി. അല്ലാഹു അക്ബർ. അത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അന്നുള്ള ഫലസ്തീനല്ല, മറിച്ച് ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു മഹാപ്രസ്ഥാനമായിട്ട് ഫലസ്തീൻ മൂവ്മെന്റ് മാറി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി ഇവിടെ നടത്തുകയും ഫ്രീഡം ഫ്ലോട്ടില്ലയിൽ ഭാഗമാക്കാൻ കഴിയാത്ത ആളുകൾക്ക് അതേപോലുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് അതേ വീര്യത്തോടു കൂടി ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിന് ഈ സംഘാടകർക്ക്, അതുപോലെ ഇവിടെ ഒത്തുകൂടിയ ഓരോ ആളുകൾക്കും പ്രത്യേകം അഭിവാദ്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഫ്രീ ഫലസ്തീൻ,
Free, free, free Palestine. No justice for the land. No peace, understand. No justice for the land. No peace, understand. From the river to the sea, Palestine will be free. Allahu Akbar. Wa akhir da'wana rabbil alamin. Assalamu alaikum.